ഇന്നത്തെ നമ്മുടെ ലൈവ് പ്രോഗ്രാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കുറച്ച് ആളുകളൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. എങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബിസിനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ്. എല്ലാവർക്കും അറിയാം, ബിസിനസ് ചെയ്യുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിലെ വിജയം നേടുക അല്ലെങ്കിൽ ബിസിനസ്സിലെ ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളൊരു ബിസിനസ് ആരംഭിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ മുന്നിൽ കാണുന്ന ഒരു ഒരു പാർട്ട്. അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകുന്ന സമയത്ത് നമുക്ക് സംഭവിക്കുന്ന ചില മിസ്റ്റേക്കുകൾ ഉണ്ട്. അതായിരുന്നു നമ്മൾ കഴിഞ്ഞ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബിസിനസ്സിലെ ബ്രാൻഡിങ്. ഒരു ബിസിനസ്സിലെ ബ്രാൻഡിങ്ങിന്റെ ആവശ്യകത എന്താണ്? നമ്മൾ ആ ടോപ്പിക്കിന് നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത് ബ്രാൻഡിങ് വിജയത്തിലേക്കുള്ള ഒരു താക്കോലാണ് എന്നുള്ളതാണ്. ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ നമ്മൾ ഉൽപ്പന്നങ്ങളെ കുറിച്ചും അതേപോലെ അവിടുത്തെ ജീവനക്കാരെ കുറിച്ചൊക്കെ നമ്മൾ വളരെയധികം അവെയർ ആയിരിക്കും. അതേപോലെ അവിടെ ഉണ്ടാവേണ്ട ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ചൊക്കെ നമ്മൾ വളരെയധികം അവെയർ ആയിരിക്കും, അല്ലേ? ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ സാധാരണഗതിയിൽ ഒരു ബിസിനസ് നമ്മൾ ആരംഭിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഒരു ലൊക്കേഷൻ കണ്ടെത്തും. ഒരു കോൺസെപ്റ്റ് ഉണ്ടാവും, നമുക്കൊരു ബിസിനസിന്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ടാവും. പിന്നെ ഒരു ലൊക്കേഷൻ കണ്ടെത്തും. ഈ ലൊക്കേഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? പിന്നീട് നമ്മൾ ആ ബിസിനസിന്റെ ഫോർമേഷൻ വർക്കുകളാണ്. കാരണം അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, അതേപോലെ അതിലേക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ, സ്റ്റോക്ക്, ഇൻവെന്ററി കൊണ്ടുവരിക. പിന്നീട് അതിനാവശ്യമായിട്ടുള്ള ജീവനക്കാരെ കണ്ടെത്തുക. പിന്നെ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി ബിസിനസിന്റെ ഓൾമോസ്റ്റ് ആദ്യഘട്ടം പിന്നിടും. പിന്നെ സെക്കൻഡ് ലെവൽ അതിന്റെ സെയിൽസ് ആണ് വരേണ്ടത്. ബിസിനസ് ഓപ്പൺ ചെയ്യുന്നു, അവിടേക്ക് കസ്റ്റമർ വരുന്നു, ആ വിൽപ്പന നടത്തുന്നു, അതിൽ നിന്ന് ലാഭം നേടുന്നു, ബിസിനസ് വിജയിക്കുന്നു, സ്കെയിലപ്പ് ചെയ്ത് മുമ്പോട്ട് പോകുന്നു. ഇതാണ് ബിസിനസിന്റെ ഒരു പ്രോസസ്സ്, അല്ലേ? ഇവിടെ ഇത് ഒരു കാലത്ത് ഇങ്ങനെയായിരുന്നു ബിസിനസ് ചെയ്തിരുന്നത്. നമ്മളൊരു ഷോപ്പ് ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പിന്നെ വേറെ ഒന്നുമില്ല. നമ്മൾ ആ ഷോപ്പ് എന്തിനു വേണ്ടി, വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ ആ ഷോപ്പ് ആരംഭിക്കുന്നത്, ആ ഷോപ്പ് നമ്മൾ അങ്ങ് തുടങ്ങുകയാണ് ചെയ്യുക. അവിടെ നമ്മൾ വേറെ ഒരു പ്രോസസ്സൊന്നും ഇല്ല. കാരണം അതിന് ആവശ്യമായിട്ടുള്ള ഒരു കസ്റ്റമർ റേഞ്ചുള്ള ഒരു ഏരിയയിൽ നമ്മൾ കൊണ്ടുപോയിട്ട് ഒരു ലൊക്കേഷൻ കണ്ടെത്തും. അവിടെ നമുക്ക് ആ കസ്റ്റമർക്ക് ആവശ്യമുള്ള നീഡ്സ് ഉള്ള പ്രൊഡക്റ്റുകളെ കണ്ടെത്തും. ആ പ്രൊഡക്റ്റുകൾ കൊണ്ടുവന്ന് വെച്ച് ആ ഷോപ്പ് അങ്ങ് ആരംഭിക്കുന്ന സ്ഥിതിയായിരുന്നു ഒരു കാലഘട്ടത്തിലൊക്കെ നമുക്ക് ഉണ്ടായിരുന്നത്. അതൊക്കെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പരിധി വരെ. എന്നാൽ ഇന്നത്തെ സ്ഥിതി അതാണോ? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ബിസിനസ്സുകൾ ആരംഭിച്ച് 3 മാസം അല്ല 6 മാസം കഴിയുമ്പോഴേക്ക് ആ ബിസിനസ് സാമ്പത്തികമായിട്ട് വളരെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നത് നമ്മൾ കാണാറുണ്ട്. ഇങ്ങനെ ബിസിനസ്സുകൾ പ്രതിസന്ധിയിലേക്ക് പോകുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ ഇല്ലാതെ തുടങ്ങുന്ന ബിസിനസ്സുകൾ പ്രതിസന്ധികളിലേക്ക് പോകും. കൂടാതെ അവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ അവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പോരായ്മകളൊക്കെ ബിസിനസ്സിന് വിജയം നേടിക്കൊടുക്കാതെ അല്ലെങ്കിൽ പ്രതിസന്ധികൾ രൂപം കൊടുക്കും. അതല്ലെങ്കിൽ ഒരു കോപ്പി പേസ്റ്റ് ബിസിനസ്സുകളായിരിക്കും. തൊട്ടപ്പുറത്ത് തന്നെയുള്ള ഒരു ബിസിനസ് കൊണ്ടുപോയിട്ട് ഇവിടെയും തുടങ്ങും. അങ്ങനെയുള്ള ബിസിനസ്സുകളൊക്കെ പരാജയപ്പെട്ടു പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുണ്ട്. എന്നാൽ ഈ ഒരു പ്രശ്നങ്ങളൊന്നുമില്ലാതെ എല്ലാം വ്യക്തമായി പഠനം നടത്തി കൃത്യമായിട്ട് ഈ ബിസിനസ് ഈ ലൊക്കേഷനിൽ ആവശ്യമാണ് എന്നുള്ള രൂപത്തിൽ കണ്ടെത്തി ആരംഭിക്കുന്ന ബിസിനസ്സുകൾ പലതും പരാജയപ്പെടുന്നത് നമ്മൾ കാണാറുണ്ട്. അവിടെ ആ ബിസിനസ്സുകളെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കൺസൾട്ടിങ് പ്രോഗ്രാമുകളിലൊക്കെ ഞങ്ങൾ പോകുമ്പോൾ ചില ബിസിനസ്സുകളൊക്കെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ബിസിനസ്സുകളെ അനലൈസിസ് ചെയ്യും. നമ്മൾ അതിന്റെ റൂട്ട് കോസുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പല സമയങ്ങളിലും നമ്മൾ എത്തുന്ന ഒരു ഫൈൻഡിങ്സ് ഇതാണ്: ആ ബിസിനസ്സിന് അവിടെയുള്ള ആ ടാർഗറ്റഡ് ഓഡിയൻസിന്റെ മുമ്പിൽ ബ്രാൻഡിങ് ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു ഫൈൻഡിങ്സിലേക്ക് നമ്മൾ എത്തും. അപ്പൊ എന്താണ് ഈ ബ്രാൻഡിങ് എന്നുള്ളത് നമ്മൾ അറിയാതെ പോകുന്നുണ്ട്. ഇന്ന് ബിസിനസ് ചെയ്യുന്ന ഭൂരിഭാഗം ബിസിനസ്സുകാരിലും വളരെ കുറഞ്ഞ പെർസെൻറ്റേജ് ആളുകൾ മാത്രമാണ് കൃത്യമായിട്ട് ആ ബിസിനസ്സിനെ ബ്രാൻഡ് ചെയ്യുക എന്നുള്ളതിലേക്ക് പോകുന്നുള്ളൂ. അപ്പം ബ്രാൻഡിങ് എന്താണെന്നുള്ളതും ബ്രാൻഡിങ്ങും എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ അറിയുന്നില്ല എങ്കിൽ നമ്മുടെ ബിസിനസ്സിനെ ഇന്ന് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ബിസിനസ്സുകൾ പരാജയപ്പെടും, സാമ്പത്തികമായിട്ട് പ്രതിസന്ധികളിലേക്കൊക്കെ പോകും.
അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു ബിസിനസിന്റെ വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതിന്റെ ബ്രാൻഡിംഗ് ആണ്. നമുക്ക് നല്ല ഉൽപ്പന്നങ്ങളുണ്ട്, നല്ല ജീവനക്കാരുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ആ ബിസിനസ്സിനെ വിജയത്തിൽ എത്തിക്കണമെങ്കിൽ ഒരു കീ നമ്മുടെ കയ്യിൽ ആവശ്യമുണ്ട്. അതാണ് ബ്രാൻഡിങ്. അപ്പം ബ്രാൻഡിങ് എന്നാൽ എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്താണ് ബ്രാൻഡിങ്? ഞാൻ പറഞ്ഞു, ഒരു കാലത്ത് നമ്മൾ ബാർട്ടർ സമ്പ്രദായത്തിൽ നിന്നാണ് ഇന്നത്തെ ബിസിനസ്സിലേക്ക് നമ്മൾ കടന്നു വരുന്നത്, അല്ലെ? ബാർട്ടർ സമ്പ്രദായം എന്താണ്? ആവശ്യക്കാര് ഒരുപാടുള്ള ഉൽപ്പന്നങ്ങള് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ആവശ്യക്കാരനിലേക്ക് എത്തിച്ച് അവരിൽ നിന്നുള്ള ഒരു ഉൽപ്പന്നം, നമുക്ക് ആവശ്യമുള്ള ഉൽപ്പന്നം തിരിച്ചു വാങ്ങുന്നതിനെയായിരുന്നു ബാർട്ടർ സമ്പ്രദായം എന്ന് പറഞ്ഞിരുന്നത്. അതൊരു ബിസിനസ് ആയിരുന്നു, ഇല്ലേ? അതൊരു ബിസിനസ്സാണ്. ഇന്ന് നമ്മൾ എന്താണ് ചെയ്യുന്നത്? കസ്റ്റമറുടെ ആവശ്യങ്ങളെ നിറവേറ്റാൻ വേണ്ടിയിട്ട് കസ്റ്റമർക്ക് ഉൽപ്പന്നം കൊടുത്ത് അവരിൽ നിന്ന് പണം സ്വീകരിക്കുന്നു നമ്മൾ, ഇല്ലേ? കസ്റ്റമറുടെ ആവശ്യങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? നമ്മളുടെ ഉൽപ്പന്നത്തിന്റെ, നമ്മൾ ഏത് ഉൽപ്പന്നമാണോ വിൽക്കുന്നത് അത് ആവശ്യമുള്ള, അത് ഏത് ഒരുപാട് ടാർഗറ്റഡ് ഗ്രൂപ്പ് ഉണ്ടാവും. നമ്മളുടെ ഉൽപ്പന്നങ്ങൾ ആവശ്യമുള്ള ആളുകൾ ആരാണോ അവരെയാണ് നമ്മളുടെ ടാർഗറ്റ് ഓഡിയൻസ് ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. അപ്പൊ ഈ ടാർഗറ്റ് ഓഡിയൻസിന്റെ മുന്നിൽ നമ്മളുടെ ആ ഓഡിയൻസിന്റെ അവരുടെ മനസ്സിൽ ഒരു ഇഷ്ടമുണ്ടാവും, അല്ലെങ്കിൽ ഒരു താല്പര്യം ഉണ്ടാവും, ഒരു ആവശ്യം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പെയിൻ പോയിന്റ് ഉണ്ടാവും, ഇല്ലേ? ഈ പെയിൻ പോയിന്റിനെ എന്താവണം? അവരുടെ വൈകാരികമായിട്ടുള്ള ഇമോഷനുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് അവരെ നമ്മുടെ ബിസിനസിന്റെ ഒരു ഘടകമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് നമ്മൾ ബ്രാൻഡിങ് എന്ന് പറയുന്നത്. ഇത്രയും കോംപ്ലിക്കേഷനിലേക്കൊന്നും പോവണ്ട, വളരെ സിമ്പിൾ ആയിട്ട് പറയാം. നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് ആവശ്യമുണ്ട്. ആ പ്രൊഡക്റ്റ് ഒരുപാട് ബിസിനസ്സുകളിൽ, ഒരുപാട് സ്ഥലങ്ങളിൽ, നിങ്ങളുടെ നാട്ടിൽ ഒരുപാട് ഷോപ്പുകളിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ ഒരു ഷോപ്പ് തിരഞ്ഞെടുക്കും വാങ്ങാൻ വേണ്ടിയിട്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾ ആ ഷോപ്പ് തിരഞ്ഞെടുക്കുന്നത്? ഒന്നുകിൽ വില കുറവ് എന്നുള്ള അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ നല്ല സർവീസ് കിട്ടും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അയാളുടെ സെയിൽസ്മാൻ കൃത്യമായിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്ന് എനിക്ക് സാധനങ്ങൾ തരും എന്നുള്ളതിന്റെ ബോധ്യത്തിൽ, അല്ലെങ്കിൽ നല്ല പാക്കിംഗ് ചെയ്തു തരും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ. ഇങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഒരു സ്ഥാപനത്തെ നമ്മൾ തിരഞ്ഞെടുക്കും ആ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട്, അല്ലേ? ഇങ്ങനെയല്ലേ നമ്മൾ പ്രൊഡക്റ്റുകൾ ചൂസ് ചെയ്യാറുള്ളത്? അങ്ങനെ നമ്മൾ ആ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ നമ്മൾ ആ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ എന്താണ് നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നത്? ആ ബിസിനസ്സിനെ നമ്മളുടെ മനസ്സിൽ, നമ്മളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നമ്മളൊരു ബ്രാൻഡായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ്? വിശ്വാസം എന്ന ഒരു ബ്രാൻഡ്. വിശ്വസിച്ചിട്ടുണ്ട് ആ ബിസിനസ്സിൽ നിന്ന് ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ എനിക്കത് ബെനിഫിറ്റ് ആണ്, അല്ലെങ്കിൽ എൻ്റെ എല്ലാ പെയിൻ പോയിന്റുകൾക്കുള്ള പരിഹാരമാണ് ഈ പ്രൊഡക്റ്റ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ പ്രൊഡക്റ്റിനെ തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ ആ ബിസിനസ്സിനെ ഞാൻ അവിടെ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു ബ്രാൻഡിങ് എന്താണ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. നമ്മൾക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ട് എങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ മുകളിൽ പേരടിക്കുന്നതല്ല ബ്രാൻഡിങ് എന്ന് പറയുന്നത്. നമ്മൾ അടിച്ചിരിക്കുന്ന പേരിനെ ഉപഭോക്താവ് എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ബ്രാൻഡിങ്. ഓക്കെ, ഉപഭോക്താവിന്റെ ഉള്ളിലാണ്, മനസ്സിന്റെ ഉള്ളിലാണ്, അല്ലെ ഹൃദയത്തിന്റെ ഉള്ളിലാണ് എന്തുള്ളത്? ബ്രാൻഡിങ് നിലനിൽക്കുന്നത്. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ആളുകൾ എന്താണ് ചെയ്യാറുള്ളത്? ബ്രാൻഡിങ് എന്ന് പറയുന്നത് എന്താണ് എന്നാണ് ആളുകൾ മനസ്സിലാക്കാറുള്ളത്, അല്ലെങ്കിൽ ബിസിനസ്സുകാരിൽ ഭൂരിഭാഗവും മനസ്സിലാക്കിയിരിക്കുന്നത്. അവരുടെ ലോഗോ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും. ഈ ലോഗോയെ എവിടെയെങ്കിലും കൊണ്ടുപോയി പഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രതിഷ്ഠിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ബ്രാൻഡിങ് എന്ന് പറയുന്നത് എന്നുള്ള രൂപത്തിലാണ് ബിസിനസ്സുകാർ മനസ്സിലാക്കിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതല്ല ബ്രാൻഡിങ്. ബ്രാൻഡിങ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ടാർഗറ്റഡ് ഓഡിയൻസിനെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തിലേക്ക് കയറാൻ കഴിയുന്ന രൂപത്തിലുള്ള മെസ്സേജുകളും സ്റ്റോറികളും പറഞ്ഞുകൊണ്ട് അവരുടെ ഹൃദയത്തിനുള്ളിൽ നമ്മളുടെ ബിസിനസ്സിനെ ഒരു വിശ്വാസമുള്ള, അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്നതിനെയാണ് ബ്രാൻഡിങ് എന്ന് പറയുന്നത്. ആ പ്രവർത്തനത്തെയാണ് നമ്മൾ ബ്രാൻഡിങ് എന്ന് പറയുന്നത്. അവർക്ക് വിശ്വാസത്തെയാണ് ബ്രാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ,
ഇത് ക്ലിയർ ആയി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് സെൻഡ് ചെയ്യണം. ആ മെസ്സേജിന് ഞാൻ നിങ്ങൾക്ക് ക്ലാരിറ്റി തരാം. ഓക്കെ. പിന്നെ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു കൾച്ചറിന്റെ ഭാഗമായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കമ്പനിക്ക് എപ്പോഴും ഒരു ഒരു മൂല്യം നിലനിർത്തിക്കൊണ്ടാണ് അവർ മുമ്പോട്ട് പോവുക. അവർ പറയുന്ന കാര്യത്തിലൊക്കെ കൃത്യത ഉണ്ടാവും. ഒരു ബ്രാൻഡ് എപ്പോഴും എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ, അല്ല അവരുടെ അഡ്വർടൈസ്മെന്റിൽ പറയുന്നുണ്ടെങ്കിൽ, അവരെന്തായിരിക്കും ആ കാര്യങ്ങളെ കൃത്യമായിട്ട് അവരുടെ ഓഡിയൻസിന് അല്ലെങ്കിൽ കസ്റ്റമർക്ക് അവർ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ. അതേപോലെ തന്നെ ഒരു വ്യക്തിത്വം നിലനിർത്തുക. ഒരു പൊസിഷനിങ് ഉണ്ടാവും ഒരു ബ്രാൻഡിന് എപ്പോഴും. ഒരു മിഡിൽ ക്ലാസ്, അല്ലെങ്കിൽ ലോവർ ക്ലാസ്, അല്ലെങ്കിൽ പ്രീമിയം ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വ്യക്തിത്വം, ഒരു പേഴ്സണാലിറ്റി ആ ബ്രാൻഡിന് ഉണ്ടാവും. ആ ഒരു പൊസിഷനിങ്ങിലാണ് ആ ബ്രാൻഡ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവിടെ അവര് എന്ത് ചെയ്യില്ല, വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവില്ല. കാരണം പ്രീമിയം പ്രൊഡക്റ്റ് വിൽക്കുന്ന ഒരു ബ്രാൻഡ് എപ്പോഴും പ്രീമിയം കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് പോവുക. പക്ഷെ മിഡിൽ ക്ലാസ്സോ ലോവർ ക്ലാസ്സോ പർച്ചേസ് ചെയ്താൽ കൊടുക്കാതിരിക്കുകയല്ല ചെയ്യുക. പക്ഷെ എപ്പോഴും മിഡിൽ ക്ലാസ്സിനെയും പിന്നെ ലോവർ ക്ലാസ്സിനെയും ഫോക്കസ് ചെയ്യാതെ പ്രീമിയം ക്ലാസ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് പോവുക. അതേസമയം മിഡിൽ ക്ലാസ്സിൽ ബ്രാൻഡ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവരെപ്പോഴും മിഡിൽ ക്ലാസ്സിന് വേണ്ടിയിട്ട് അതിന്റെ പ്രൈസിങ്ങും അതിന്റെ ക്വാളിറ്റി ബേസും ഒക്കെ ആ രൂപത്തിലാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്താണ് ആ ബ്രാൻഡിനെ മിഡിൽ ക്ലാസ്സിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് കഴിയുക. ഓക്കെ, ഇറ്റ്സ് എ ക്ലിയർ? എല്ലാവർക്കും ക്ലിയർ ആവുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ. അതേപോലെ ഒരു നല്ല ബ്രാൻഡ് ആണ് എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് നോക്കേണ്ടത്, നമ്മൾ ഇപ്പോൾ ഒരു ഐഫോൺ നമ്മൾ എടുക്കുന്നു. ആപ്പിൾ എന്നുള്ള ബ്രാൻഡിന്റെ ഒരു ഫോണാണ് ഐഫോൺ എന്ന് പറയുന്നത്, അല്ലേ? ഇത് ഇന്ന് ആളുകളുടെ മുമ്പിൽ ഒരു ആവേശമാണത്, ഇല്ലേ? ഒരു വിശ്വാസ്യത ഉണ്ട്. ഇത് വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ സമൂഹത്തിൽ ഒരു ഐഡന്റിറ്റി ഉണ്ട്, ഇല്ലേ? എന്തോ ഒരു ഡിഫറൻസിയേഷൻ എനിക്ക് ഫീൽ ചെയ്യും ആ ബ്രാൻഡ് യൂസ് ചെയ്യുന്ന സമയത്ത്. അതാണ് അവരുടെ പ്രത്യേകത. അവർ പറയുന്നതും അതാണ്. നിങ്ങൾക്ക് ഡിഫറെന്റ് ആവണോ, ആപ്പിൾ വാങ്ങും, അല്ലെങ്കിൽ ഐഫോൺ വാങ്ങും, ഐഫോൺ ഉപയോഗിക്കും. അപ്പൊ സമൂഹത്തിൽ ഡിഫറെന്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ ഐഫോൺ ഉണ്ടാവണം എന്നുള്ള ഒരു മെസ്സേജ് അവരെന്ത് ചെയ്തിട്ടുണ്ട്, സമൂഹത്തിന് കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത മെസ്സേജ് അവർ കമ്പനി കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്. ആ വാങ്ങുന്ന ആളുകളൊക്കെ, ആ ഐഫോൺ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ എന്താവുന്നുണ്ട്, തിങ്ക് ഡിഫറെന്റ് ആണ്. അവർ ചിന്തിക്കുന്നത് തന്നെ പിന്നെ ഡിഫറെന്റ് ആയിട്ടാണ് ചിന്തിക്കുന്ന ആളുകളാണ് അവര് എന്നുള്ളതാണ് സമൂഹത്തിൽ, ഇല്ലേ? അവരെ എപ്പോഴും വ്യത്യസ്തമായിട്ടാണ് മറ്റുള്ള ആളുകൾ കാണുന്നത്. ഇതാണ് ഈ ബ്രാൻഡിങ് കൊണ്ടുള്ള നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്. അപ്പോ ആളുകൾ ചോദിക്കും, പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങനെ ബ്രാൻഡിങ് ഒക്കെ ചെയ്ത് വലിയ വലിയ ക്യാഷ് ഒക്കെ കളയുന്നത്? കാരണം അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ബ്രാൻഡിങ് ഒക്കെ ചെയ്യുന്നതിന് പകരം നല്ല ഉൽപ്പന്നങ്ങൾ കൊടുത്താൽ പോരെ ആളുകൾക്ക്? നല്ല ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രാൻഡിങ്ങിന്റെ ഒന്നും ആവശ്യം വരില്ലല്ലോ എന്നുള്ളത് ചില ആളുകൾ ചോദിക്കാറുണ്ട്. ആ പണം കൂടി നമുക്ക് ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ ഉൽപ്പന്നത്തിന്റെ വില കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൂടെ? എന്നാൽ ആ കസ്റ്റമർ എന്നോട് കൂടുതൽ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ തയ്യാറാകില്ലേ എന്നുള്ളത് ചോദിക്കാറുണ്ട്. അവിടെയാണ് ഈ തരത്തിലുള്ള ചിന്തിക്കുന്ന ആളുകൾക്ക് തെറ്റ് സംഭവിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഒരു നല്ല ഗുണമേന്മയുള്ള ഒരു ഉൽപ്പന്നം ഉണ്ട് നമ്മളുടെ കയ്യിൽ. നല്ല ഗുണമുള്ള ഉൽപ്പന്നം, നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ഗുണമേന്മയുണ്ട്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അങ്ങനത്തെ ഒരു ഉൽപ്പന്നം നമ്മൾ വിപണിയിലേക്ക് ഇറക്കുകയാണ്. നമ്മളൊരു ബ്രാൻഡ് നെയിം ഒക്കെ കൊടുത്തിട്ടുണ്ട്, കളർ പാറ്റേൺ ഒക്കെ ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മൾ വിപണിയിലേക്ക് ഇറക്കുന്നു. നമ്മൾ മറ്റുള്ള ആക്ടിവിറ്റീസുകളൊന്നുമില്ല. ഡയറക്റ്റ് മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് നമ്മുടെ റീറ്റെയിൽ ഷോപ്പുകളിലൊക്കെ നമ്മുടെ എക്സിക്യൂട്ടീവ്സ് പോകുന്നു. അവരെ ബോധർ ചെയ്യുന്നു, അവരോട് സംസാരിക്കുന്നു, കസ്റ്റമറോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളൂ നിങ്ങളെന്ന് പറയുന്നു. എത്രത്തോളം വിൽപ്പന നടക്കാനുള്ള സാധ്യതയുണ്ട്? ഒരു ഗുണമേന്മയുള്ള ഉൽപ്പന്നമാണ്, റീറ്റെയിൽ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നുണ്ട്. പക്ഷേ അത് കസ്റ്റമറെ നേരിട്ട് നമ്മൾ ബോധ്യപ്പെടുത്തുന്നില്ല. കസ്റ്റമറിന്റെ മുമ്പിൽ അവയർനെസ് പ്രോഗ്രാമുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നില്ല. ആകപ്പാടെ നമ്മൾ ചെയ്യുന്ന എന്താ, റീറ്റെയിലേഴ്സിന്റെ അടുത്ത് പോയിട്ട് അവരോട് പറയുന്നു ഇതിന് ഗുണമേന്മയുള്ള പ്രൊഡക്റ്റ് ആണ്, കാര്യങ്ങളാണെന്നൊക്കെ.
അതേസമയം ഇതേപോലെ തന്നെയുള്ള മറ്റൊരു ഉൽപ്പന്നം മറ്റൊരു കമ്പനി നിർമ്മിക്കുന്നു. അവരെന്താണ് ചെയ്യുന്നത്? അവര് സോഷ്യൽ മീഡിയയിൽ വ്യക്തമായിട്ട് ഈ ഉൽപ്പന്നം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ബെനിഫിറ്റുകളെ കുറിച്ച് പറയുന്നു. ഉപയോഗിച്ച ആളുകളുടെ ടെസ്റ്റിമോണിയൽ വീഡിയോസുകൾ അവർ കാണിക്കുന്നു. അതേപോലെ തന്നെ ഇത് വൺ ടൈം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉപഭോക്താവിനെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓഫറുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഇങ്ങനെ അവർ ബ്രാൻഡിങ്ങിന്റെ പല ഘട്ടങ്ങളിലൂടെ അവരെന്ത് ചെയ്യുന്നു, ഈ അവയർനെസ് പ്രോഗ്രാമുകൾ ഈ കസ്റ്റമറുടെ മുമ്പിലേക്ക്, അവരുടെ സ്വന്തം ഓഡിയൻസിന്റെ ടാർഗറ്റഡ് ഓഡിയൻസിന്റെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ആർക്കാണ് വിജയിക്കാൻ കഴിയുക? ആർക്ക് കൂടുതൽ വിൽപ്പന നടത്താൻ കഴിയും? ആർക്ക് ലാഭം നേടാൻ കഴിയും? ആർക്ക് വിജയിക്കാൻ കഴിയും? ഇതിന്റെ ഉത്തരം മാത്രം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നത്തെ ഈ നമ്മുടെ ഈ ടോക്കിന്റെ നിങ്ങളുടെ ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും. നിങ്ങൾ പറയോ ഉൽപ്പന്നം മാത്രം കൊണ്ടുപോയി വിപണിയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അവിടുന്ന് വിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിൽക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരിക്കലും കഴിയില്ല. കാരണം അതിനുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഈ കസ്റ്റമർക്ക് അറിയുന്നില്ല ഇതിന്റെ ഗുണമേന്മ എന്താണ് എന്നുള്ളത്. ഇന്ന് കസ്റ്റമർ വളരെ അവെയർ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആണ്. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിഞ്ഞതിന് ശേഷം വാങ്ങണമെന്ന് ബോധ്യമുള്ള കസ്റ്റമേഴ്സ് ആണ്. കസ്റ്റമർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അവര് എന്തെങ്കിലും കിട്ടിയാൽ വാങ്ങി പോകുന്ന രൂപത്തിലുള്ള കസ്റ്റമേഴ്സ് ഒന്നും അല്ല ഇന്ന്. അവർക്ക് കൃത്യമായിട്ട് നമ്മുടെ ഉൽപ്പന്നം എന്താണ്, ആ ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മ എന്താണ്, ഇത് ആരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, റിവ്യൂസ് എങ്ങനെയാണ്, ഇത് കൃത്യമായിട്ട് അറിഞ്ഞതിന് ശേഷം മാത്രമേ അവർ പർച്ചേസ് ചെയ്യുള്ളൂ. ഇല്ലേ? ഇത് അവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മാർഗമാണ് ബ്രാൻഡിങ് എന്ന് പറയുന്നത്. അവരുടെ മുമ്പിലേക്ക് നമ്മൾ കൃത്യമായിട്ട് അവയർനെസ് പ്രോഗ്രാമുകൾ എത്തിക്കുക. അതേപോലെ തന്നെ ഇത് ഉപയോഗിച്ച ആളുകളുടെ റിവ്യൂസുകൾ അവരുടെ മുമ്പിലേക്ക് എത്തിക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ ഈ ബ്രാൻഡ് അല്ലെങ്കിൽ ഈ ഉൽപ്പന്നം ഒരു ബ്രാൻഡായിട്ട് മാറും. അങ്ങനെ നമുക്ക് നമ്മളുടെ ഈ പറയുന്ന ബ്രാൻഡ് നെയിമിന്റെ അണ്ടറിൽ നമുക്ക് എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ നമുക്ക് വിൽക്കാൻ കഴിയുമോ അതൊക്കെ നമുക്ക് ഈ ബ്രാൻഡ് വാല്യൂ ഉപയോഗിച്ച് നമുക്ക് ഭാവിയിൽ വിൽക്കാൻ കഴിയും. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ നമ്മളുടെ കയ്യിൽ ഒരു ഗുണമേന്മയുള്ള ഉൽപ്പന്നം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് വിൽപ്പന നടത്തി വിജയം നേടിയെടുക്കാൻ കഴിയില്ല. ഇന്ന് ഞാൻ പറയുന്നു, ഇന്നത്തെ ചെറുകിട ബിസിനസ്സുകാരിൽ ഏറ്റവും കൂടുതൽ പരാജയം നേരിടുന്നത് ബ്രാൻഡിങ് ചെയ്യാത്തത് കൊണ്ടാണ് എന്നുള്ളത് നമുക്ക് പറയേണ്ടി വരും. ഞങ്ങൾ വിസിറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ കൺസൾട്ടിങ് പ്രോഗ്രാമുകളുമായിട്ട് ഞങ്ങൾ വിസിറ്റ് ചെയ്യുന്ന ഒരു 80% ബിസിനസ്സുകളിലും ബ്രാൻഡിങ്ങിന്റെ പരാജയങ്ങൾ വളരെ കൂടുതലാണ്. അവർ കുറെ അഡ്വർടൈസ്മെന്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. അഡ്വർടൈസ്മെന്റുകൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ കസ്റ്റമറുടെ മനസ്സിലേക്ക് നമ്മളുടെ ബിസിനസിന്റെ വിശ്വാസത്തെ നമുക്ക് പതിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള മെസ്സേജുകളായിരിക്കണം കൊടുക്കേണ്ടത്. നമുക്കറിയാം, നമുക്ക് കുറച്ചു കാലം മുമ്പ് നമുക്കൊരു അഡ്വർടൈസ്മെന്റ് നമ്മൾ എല്ലാവരുടെയും നാവിൻ തുമ്പിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ടായിരുന്നു. വിശ്വാസമല്ലേ എല്ലാം, അല്ലേ? ഇത് എന്തുകൊണ്ടാണ് എല്ലാവർക്കും ആ ഒരു വാചകം അത്രത്തോളം കണക്റ്റഡ് ആയത്? കാരണം വിശ്വാസം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് ഒരു ഇമോഷനുമായിട്ട് കണക്റ്റഡാണ്. നമ്മുടെ വൈകാരികമായിട്ടുള്ള ആ ഒരു ഫീലിങ്സ് നമുക്ക് തരുന്ന ഒരു വാചകമായിരുന്നു വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസം അതല്ലേ എല്ലാം. ഇന്നും നമ്മൾ അത് ഉച്ചരിക്കുന്നുണ്ട്, ആ വാക്കുകൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ആ ബ്രാൻഡിന് ഉപയോഗിച്ച ആ മെസ്സേജിന്റെ പ്രത്യേകത നിങ്ങൾ ഒന്ന് വിലയിരുത്തി നോക്കൂ. അതേപോലെ തന്നെയാണ് ഓരോ അഡ്വർടൈസ്മെന്റുകളിലും നമ്മൾ കൊടുക്കുന്ന വാചകങ്ങൾ, അതിന്റെ ക്യാപ്ഷൻ, ആഡ് കോപ്പികൾ നമ്മുടെ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. അങ്ങനെ സ്വാധീനിക്കപ്പെടുന്നത് ആ ബ്രാൻഡുമായിട്ട് നമ്മൾ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യുന്നതിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് ആ ഒരു അത്തരത്തിലുള്ള ഒരു ഉൽപ്പന്നം ആവശ്യം വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഉപബോധ മനസ്സിൽ നിന്ന് ബോധ മനസ്സിലേക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നു, ഇന്ന ബ്രാൻഡ്. അവിടെയാണ് കസ്റ്റമർ തീരുമാനം എടുക്കുന്നത്, ആ ഷോപ്പിലേക്ക് പോവാം, അല്ലെങ്കിൽ ആ ബ്രാൻഡ് വാങ്ങാം, അല്ലെങ്കിൽ ആ ഉൽപ്പന്നം വാങ്ങാം എന്നുള്ള കസ്റ്റമർ ഒരു തീരുമാനം എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് ചെയ്തിട്ടില്ലെങ്കിലോ, കസ്റ്റമർക്ക് ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ ഓർക്കുവോ? നമ്മളുടെ ഉൽപ്പന്നത്തെ കുറിച്ച് ഓർക്കുവോ? നമ്മുടെ ബ്രാൻഡിന്റെ പേര് അദ്ദേഹം ഓർക്കുവോ? ഒരിക്കലും ഇല്ല. നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? നമ്മൾ നമ്മളുടെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്ന് ഉൽപ്പന്നം ഉണ്ടാക്കും,
അതിന്റെ മുകളിൽ ഒരു ബ്രാൻഡ് നെയിം വെച്ചിട്ടുണ്ടാവും. ആ ബ്രാൻഡ് നെയിം അടിച്ച് നമ്മൾ റീറ്റെയിൽ ഷോപ്പിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാവും. കസ്റ്റമർക്ക് ഒരു ആവശ്യം വരുന്ന സമയത്ത് കസ്റ്റമർ ഒരിക്കലും നമ്മുടെ ബ്രാൻഡ് നെയിം ഓർക്കില്ല. നമ്മുടെ ബ്രാൻഡ് നെയിം ഓർക്കണമെങ്കിൽ എന്താവണം? നമ്മൾ എപ്പോഴും കസ്റ്റമർ എവിടെയാണോ ഉള്ളത് അവരുടെ മുമ്പിൽ പോയിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് ബ്രാൻഡ് അവയർനെസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മുടെ ഉൽപ്പന്നത്തെക്കുറിച്ചുള്ള അവയർനെസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കണം. അത് ഇന്ന ബ്രാൻഡിൻ്റെതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. അവരുടെ മനസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? അത് പതിപ്പിച്ചിരിക്കണം. അത് അവർക്കൊരാവശ്യം വരുമ്പോൾ അവിടെ നിന്നാണ് അവരെ റീട്രൈവ് ചെയ്തെടുക്കുന്നത്, ഇല്ലേ? ഇത് നമ്മളുടെ പിന്നെ മാർക്കറ്റിലുള്ള ഒരുപാട് ഇലക്ട്രോണിക് ഷോപ്പുകൾ നമ്മൾ കാണാറുണ്ട്, ഇല്ലേ? ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ഇലക്ട്രോണിക് ഷോപ്പുകളുണ്ട്, മൊബൈൽ ഷോപ്പുകളുണ്ട്. ഇതിൽ ചില ഷോപ്പുകളെ മാത്രം, ചില ബ്രാൻഡുകളെ മാത്രം നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു മൊബൈൽ ഫോൺ വേണമെങ്കിൽ നമ്മൾ ഒരു ബ്രാൻഡിനെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് ചൂസ് ചെയ്യുന്നത്, ഒരു റീറ്റെയിൽ ബ്രാൻഡിനെ, ഇല്ലേ? അത് എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പെട്ടെന്ന് ചൂസ് ചെയ്യാൻ വേണ്ടി വരുന്നത്? ആ ബ്രാൻഡ് അത്രത്തോളം ബ്രാൻഡിങ് ചെയ്തിട്ടുണ്ട് അവരുടെ ഓഡിയൻസിന്റെ മുമ്പിലേക്ക്. അപ്പൊ നമ്മൾ ബ്രാൻഡിങ്ങിന് വേണ്ടി നമ്മൾ മുടക്കുന്ന പണം ഒരിക്കലും ബിസിനസ്സിൽ നമുക്ക് പാഴായി പോകില്ല. അതേപോലെ തന്നെയാണ് ഒരു ബ്രാൻഡിങ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്ന കാര്യത്തിൽ സത്യസന്ധത പുലർത്തണം. കാരണം ബ്രാൻഡിങ്ങിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയും, കൊടുക്കാൻ കഴിയുന്നതും കൊടുക്കാൻ കഴിയാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയും. കസ്റ്റമർ ഇത് വന്ന് നോക്കി കഴിയുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പം ബ്രാൻഡിങ് വിജയിക്കോ? ഒരിക്കലും വിജയിക്കില്ല. അപ്പം നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ കഴിയുന്ന ഓഫറുകൾ മാത്രമേ നമ്മൾ ബ്രാൻഡിങ്ങിൽ കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അവയർനെസ് പ്രോഗ്രാമുകളിൽ നമ്മൾ പറയാൻ പാടുള്ളൂ. ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ കഴിയും. അതേസമയം നമ്മൾ ഫേക്ക് ആയിട്ടുള്ള ബ്രാൻഡിങ് പ്രോസസ്സുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ കഴിയില്ല. ഇതെല്ലാവരും ചിലപ്പം പെട്ടെന്ന് ചിന്തിക്കും, കാരണം നമ്മൾ ബ്രാൻഡിങ്ങിൽ കുറെ അങ്ങോട്ട് പബ്ലിസിറ്റി അവിടെ കൊടുക്കുക, എന്നിട്ട് കസ്റ്റമർ ഇടിച്ചു കയറല്ലോ ഷോപ്പിലേക്ക്. അപ്പോൾ അത് തീർന്നു പോയി, അല്ലെങ്കിൽ അതില്ല ഇതില്ല എന്ന് പറയാം, അവരെ വന്ന രൂപത്തിൽ തന്നെ തിരിച്ചു പോകും. നമുക്ക് സെയിൽസ് ആവില്ല അത്. ഓക്കെ, അപ്പോൾ ഗുണമേന്മയുള്ള പ്രൊഡക്റ്റുകളോ ഫേക്ക് ആയിട്ടുള്ള വാഗ്ദാനങ്ങളോ ഒന്നും ബ്രാൻഡിങ്ങിന്റെ വിജയത്തില് ബ്രാൻഡിങ് ചെയ്യാതെ നമ്മളെ വിജയത്തിലേക്ക് കൊണ്ടുപോകില്ല. ഓക്കെ, നല്ല ബ്രാൻഡിങ് എന്ന് പറയുന്നത് നമുക്ക് കസ്റ്റമർക്ക് വിശ്വാസം ഉണ്ടാകുന്ന രൂപത്തില്, കസ്റ്റമറെ സ്വാധീനിക്കാൻ കഴിയുന്ന രൂപത്തിൽ, അവരെ ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള അവയർനെസ് പ്രോഗ്രാമുകൾ അവർക്ക് കൊടുത്തുകൊണ്ട് അവരെ നമ്മുടെ ബിസിനസ്സിലേക്ക് ആകർഷിക്കുക. അവരുടെ പെയിൻ പോയിന്റിന് നമ്മൾ മാത്രമാണ് സൊല്യൂഷൻ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അവരെ എത്തിക്കുമ്പോഴാണ് നമ്മുടെ ബ്രാൻഡിങ് സക്സസ് ആകുക. പിന്നെ ബ്രാൻഡിങ് കൊണ്ട് നമുക്ക് വേറെയും ചില ഗുണങ്ങളുണ്ട്. കാരണം നല്ല ബ്രാൻഡിങ് ഉള്ള സ്ഥാപനങ്ങളിലേക്ക് നമുക്ക് നല്ല ജീവനക്കാരെ കിട്ടും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ട ഒരു ഘടകം, നമ്മളെ ജീവനക്കാരെ കിട്ടാൻ വേണ്ടി നമ്മൾ വളരെയധികം പ്രയാസപ്പെടാറുണ്ട്, ഇല്ലേ? നമ്മളെ ജീവനക്കാരെ കിട്ടാൻ വേണ്ടിയിട്ട് വളരെയധികം നമ്മൾ പ്രയാസപ്പെടാറുണ്ട്. അത് എന്തുകൊണ്ടാണ് നമുക്ക് സംഭവിക്കുന്നത് അങ്ങനെ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ കാര്യങ്ങളെ പറ്റി നിങ്ങൾ ഒന്ന് വിലയിരുത്തി നോക്കിയിട്ടുണ്ടോ? നമ്മൾ എത്ര അഡ്വർടൈസ്മെന്റ് കൊടുത്താലും ബെറ്റർ ആയിട്ടുള്ള ഒരാളെ കിട്ടില്ല. ചിലപ്പോൾ വരുന്ന ആള് നിൽക്കില്ല. നല്ലൊരാളെ കിട്ടിയെന്ന് കരുതുക, അയാൾ നിൽക്കില്ല, അയാൾ വിട്ടു പോകും. ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതേസമയം ഒരു ബ്രാൻഡഡ് ഷോപ്പുകളിൽ പോയി നോക്കിയാൽ അവിടെ എന്നും ബയോഡേറ്റ ആളുകൾ ക്യൂ ആയിരിക്കും. ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. നമ്മുടെ ഷോപ്പിലേക്ക് ആരും വരുന്നുമില്ല, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിലേക്ക് ആരും വരുന്നുമില്ല, നല്ല ജീവനക്കാരും വരുന്നില്ല. നമ്മൾ എത്രയോ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നു, നമ്മൾ HR ഏജൻസികളെ ഏൽപ്പിക്കുന്നു. എവിടെ നിന്ന് ആള് വന്ന് കിട്ടിയാൽ തന്നെ അവര് മാക്സിമം ഒരു മാസം അല്ലെ 2 മാസം കഴിയുമ്പോഴേക്ക് എങ്ങനെയെങ്കിലും അടുത്തൊരു ജോലി കണ്ടെത്തി അവര് പോകും. എന്താണ് ഇതിന് കാരണം? നമ്മുടെ ബിസിനസ് ഒരു ബ്രാൻഡായി മാറാത്തതാണ് കാരണം. അപ്പം ബ്രാൻഡിങ് കൊണ്ടുള്ള മറ്റൊരു ബെനിഫിറ്റ് ഇതാണ്, നല്ല ജീവനക്കാരെ നമ്മളുടെ ബിസിനസ്സിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും.
ഇങ്ങനെ നല്ല ജീവനക്കാർ വരുമ്പോൾ എന്താണ് നമ്മുടെ ബിസിനസ്സിന് സംഭവിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. കാരണം ഒരു ബിസിനസ്സിനെ താങ്ങി നിർത്തുന്ന തൂണുകളാണ് എന്നാണ് പറയാറുള്ളത് ആര്? ബിസിനസ്സുകാര്, സോറി, ജീവനക്കാര്. അപ്പൊ ഈ ജീവനക്കാർ നന്നാവുന്ന എത്രത്തോളം നല്ല ജീവനക്കാർ നമുക്ക് വരുന്നോ, എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ജീവനക്കാർ നമുക്ക് വരുന്നോ, എത്രത്തോളം പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ജീവനക്കാർ നമ്മളുടെ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നോ, അത്രത്തോളം നമ്മളുടെ ബിസിനസ്സിന് വിജയസാധ്യത കൂടിക്കൂടി വരികയാണ്. നമ്മുടെ ബിസിനസ്സിലെ സ്ട്രെസ്സുകളൊക്കെ കുറയും, പ്രശ്നങ്ങൾ കുറയും നല്ല ജീവനക്കാർ വരുമ്പോൾ. അപ്പം ബ്രാൻഡിങ് ചെയ്യുന്നത് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് നല്ല ജീവനക്കാരെ കൊണ്ടുവരുന്നതിന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് തരുന്ന കാര്യമാണ് ബ്രാൻഡിങ് എന്നുള്ളത്. ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഘടകമാണ്. കാരണം നമ്മൾ എപ്പോഴും ബ്രാൻഡിങ്ങും ഈ ജീവനക്കാരുമായിട്ട് എന്ത് ബന്ധമാണ് എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട്, ഇല്ലേ? കാരണം ഇത് പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, ഈ ജീവനക്കാർ എന്തുകൊണ്ടാണ് ഇത്തരം ഷോപ്പുകൾ കണ്ടെത്തി ഇങ്ങനെ വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് സമൂഹത്തിൽ ഇറങ്ങിയിട്ട് പറയുമ്പോൾ ഞാൻ ഇന്ന ബ്രാൻഡിലെ വർക്കാണ് ചെയ്യുന്നത്, ഇന്ന സ്ഥാപനത്തിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ഒരു റെസ്പോൺസ് ഉണ്ടല്ലോ, അതാണ് അവരുടെ പ്രത്യേകത. അവർക്ക് ഇവിടെ ചിലപ്പം ഇവിടെ ഈ 15,000 രൂപയ്ക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഒരു 17,000 രൂപ ചിലപ്പോൾ പുറത്തുനിന്ന് കിട്ടുകയാണെങ്കിൽ അവൻ 15,000 രൂപയ്ക്ക് ബ്രാൻഡഡ് ഷോപ്പുകളിൽ വർക്ക് ചെയ്യാൻ തയ്യാറാവും. എന്തുകൊണ്ടാ അങ്ങനെ ചെയ്യുന്നത്? എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ജോലിയിൽ ഒരു സുരക്ഷിതത്വം ഉണ്ട് ഇവിടെ ബ്രാൻഡഡ് ഷോപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ. കാരണം ഇത് ലോങ് ടൈമിലേക്കുള്ള ഒരു ബിസിനസ് ആണെന്ന് അവർക്ക് ഇന്നേ അറിയാം. പിന്നെ ഇവിടെ അവർക്ക് വളരാനുള്ള ഒരു വലിയ സാധ്യത ഉണ്ടെന്നുള്ളത് അവർക്ക് അറിയാം. സെയിൽസ്മാനായി വന്നു, സെയിൽസ് എക്സിക്യൂട്ടീവായി, സെയിൽസ് മാനേജറായി, പിന്നെ ASM ആയി, അങ്ങനെ അവരുടെ വളർച്ച അവർക്ക് ഇങ്ങനെ കയറി പോകാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസം അവർക്കുണ്ടാവും. അങ്ങനെ നല്ല സ്റ്റാഫുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ബിസിനസ്സിൽ കൊണ്ടുവരാൻ കഴിയും നല്ലൊരു ബ്രാൻഡ് ആവുന്നതോടുകൂടി. ദെൻ നെക്സ്റ്റ്, ഒരു ബ്രാൻഡിങ് ചെയ്തതോടുകൂടി നമുക്ക് ആ ബിസിനസ്സിനെ സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ് അടുത്തൊരു പ്രത്യേകത. എന്താണ് ഇതിന്റെ ഒരു കാരണം? ഒരു ബ്രാൻഡിങ്, നല്ലൊരു ബ്രാൻഡിങ് ലഭിച്ചൊരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അതിന് സാമ്പത്തിക ഞെരുക്കം ഉണ്ടാവില്ല. കാരണം എന്താ? നമ്മളൊരു ബ്രാൻഡിങ് ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുപോവാ. ഒരു ഉദാഹരണം എടുക്കാം നമുക്ക്. നമ്മളൊരു ബേക്കറി ഐറ്റംസ്, നമ്മളൊരു കപ്പ് കേക്ക് ബിസിനസ് ചെയ്യുന്ന ആളാണെന്ന് കൂട്ടാം. ബ്രാൻഡിങ് ഒന്നുമില്ല, അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്ന് കപ്പ് കേക്ക് പാക്ക് ചെയ്ത് റീറ്റെയിൽ ഷോപ്പുകളിൽ എത്തിക്കുന്നു, അവിടുന്ന് കസ്റ്റമർ വാങ്ങിപ്പോണത്. അപ്പൊ നമ്മളിത് റീറ്റെയിൽ ഷോപ്പിൽ നമ്മൾ കൊണ്ടുപോയി വെക്കുന്നു, പാക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്, നല്ല ബ്രാൻഡൊക്കെ അടിച്ചിട്ടുണ്ട്. നമ്മൾ റീറ്റെയിൽ ഷോപ്പിൽ കൊണ്ടുപോയി വെക്കുന്ന സമയത്ത് അവിടെ വന്നൊരു കസ്റ്റമർ നോക്കുന്ന സമയത്ത് അവിടെ എലൈറ്റിന്റെ കപ്പ് കേക്ക് വെച്ചിട്ടുണ്ട്. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഇദ്ദേഹം തീരെ ഇന്നേ വരെ കേൾക്കാത്ത ഒരു ബ്രാൻഡിന്റെ ഒരു കപ്പ് കേക്കും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് എലേക്കിന്റെ കപ്പ് കേക്കിന് 49 രൂപയും ഇവിടെ വെച്ചിരിക്കുന്ന കപ്പ് കേക്കിന് 45 രൂപയുമാണ് വില എങ്കിൽ ഈ കസ്റ്റമർ ഏത് പ്രൊഡക്റ്റ് ആണ് അവിടെ എടുക്കാൻ സാധ്യതയുള്ളത്? ഏതായിരിക്കും എടുക്കാൻ സാധ്യതയുള്ളത്? നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കി. ഏത് പ്രൊഡക്റ്റ് എടുക്കും? എലൈറ്റിൻ്റെത് എടുക്കുമോ, അല്ലെങ്കിൽ ഇതുവരെ അറിയപ്പെടാത്ത ഒരു ബ്രാൻഡിന്റെ ഒരു കപ്പ് കേക്ക് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അവിടെ ഉള്ളത് അത് എടുക്കുമോ? ഏത് എടുക്കാൻ സാധ്യത ഉണ്ടാവുക? എലൈറ്റിൻ്റെതാണ് എടുക്കുക. എലൈറ്റ് എത്രയ്ക്കാണ് വിൽക്കുന്നത്? 49-ന്. ഇദ്ദേഹം വില ഇട്ടിരിക്കുന്നത് എത്ര? 45. ഇദ്ദേഹത്തിന് വിൽപ്പന കിട്ടുമോ? കിട്ടില്ല. എലൈറ്റിന് വിൽപ്പന കിട്ടുമോ? കിട്ടും. എന്തുകൊണ്ടാ? ബ്രാൻഡിങ് ഉള്ളതുകൊണ്ട്. ഇതാണ് ബ്രാൻഡിങ്ങിന്റെ പ്രത്യേകത. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ പ്രൊഡക്റ്റിന് വില കുറച്ച് വിൽക്കേണ്ട ആവശ്യം വരില്ല. ഇങ്ങനെ വരുമ്പോൾ ഈ അൺബ്രാൻഡഡ് ആയിട്ടുള്ള ഈ പ്രൊഡക്റ്റ് കൊണ്ടുവന്ന ബിസിനസ് ഓണർ എന്താ ചെയ്യുക? ഇപ്പം ബിസിനസ് ഓണറോട് പറയും, റീറ്റെയിലർ പറയും, ഇത് വിൽക്കാൻ കഴിയില്ല, ഇതൊന്നും ആൾക്കാർ വാങ്ങുന്നില്ല, ഇത് ഈ പ്രൊഡക്റ്റുമായിട്ട് ഇത്രയും വിലന്റെ വ്യത്യാസം ഉണ്ടായിട്ട് ആളുകളെ വാങ്ങില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ ഒരു 10 രൂപയും കൂടി കുറയ്ക്കുകയാണെങ്കിൽ ഞാൻ ഈ പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റുമോ എന്നുള്ളത് ശ്രമിക്കാം. അല്ലെങ്കിൽ എന്റെ കമ്മീഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു 15 രൂപയും കൂടെ നിങ്ങൾ കൂട്ടിത്തരൂ, ഞാൻ വിൽക്കാം. അപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രൊഡക്ഷന്റെ കോസ്റ്റ് പോലും കിട്ടാതെയാണ് പല ഉൽപ്പന്നങ്ങളും അൺബ്രാൻഡഡ് പ്രൊഡക്റ്റുകളും ഇന്ന് മാർക്കറ്റിൽ വിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവും. എന്നാലേ അതാണ് യാഥാർത്ഥ്യം.
അൺബ്രാൻഡഡ് പ്രൊഡക്റ്റുകൾക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യണം, റീറ്റെയിലർക്ക് ഒരുപാട് പൈസ ലാഭം കൊടുക്കണം, 30-40% ഒക്കെ ലാഭം ഇട്ട് കൊടുക്കണം. കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ബ്രാൻഡഡ് പ്രൊഡക്റ്റിൽ നിന്ന് 30-40% എന്ത് ചെയ്യണം, ലാഭം അല്ലെങ്കിൽ വില കുറച്ച് കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില കസ്റ്റമേഴ്സ് വില മാത്രം നോക്കി വാങ്ങുന്ന ചില കസ്റ്റമേഴ്സ് ചിലപ്പോൾ വാങ്ങിയേക്കാം. ഇങ്ങനെ വിലയിരുത്തി വരുമ്പോഴേക്ക് ഇദ്ദേഹത്തിന് ഈ പ്രൊഡക്ഷൻ ചെയ്ത് കൊണ്ടുവരുന്ന ബിസിനസ് ഓണറെ സംബന്ധിച്ചിടത്തോളം ഒന്നെങ്കിൽ നഷ്ടത്തിലേക്ക് പോകും, അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള ലാഭമൊന്നും കിട്ടില്ല. ഇങ്ങനെ വില കുറച്ച് വിൽക്കുന്നതിന്റെ കാരണമാകും അൺബ്രാൻഡഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ബ്രാൻഡിങ് ചെയ്യാതെ നമ്മൾ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ ബിസിനസ്സുകൾ നടത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ എപ്പോഴും വില കുറച്ച് വിൽക്കേണ്ട ആവശ്യം വരും, നമുക്ക് ലാഭം നേടാൻ കഴിയില്ല. ഇത് ലോങ് ടൈമിലേക്ക് നമുക്ക് ബിസിനസ്സിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വളരെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. ഓക്കെ, അറിയാലോ ബിസിനസിന്റെ എപ്പോഴും ഗ്രാഫ് പോകുന്നത് നമുക്ക് ഒരേ ലെവലിൽ ഇങ്ങനെ മുകളിലേക്ക് തന്നെ അല്ല പോയിക്കൊണ്ടിരിക്കുക. ബിസിനസ് ചില സീസണുകളിൽ ഓഫായിട്ട് താഴത്തേക്ക് വരും, അത് കഴിഞ്ഞ് വീണ്ടും മുകളിലേക്ക് പോകണം. ഈ സമയങ്ങളിലൊക്കെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറും നമ്മുടെ ചെലവുകളും നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താവണം, നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. അങ്ങനെ കഴിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ബിസിനസ് നല്ല രൂപത്തിൽ മുകളിലേക്ക് ഗ്രോ ചെയ്ത് പോകുന്ന സമയത്ത് പ്രോഫിറ്റ് കൂടുതൽ എടുക്കാൻ നമുക്ക് കഴിയണം. എന്നാലേ നമുക്ക് ബിസിനസ് ചില സീസണുകളിൽ, ഓഫ് സീസണുകളിൽ ബിസിനസ് വീക്കായി പോകുന്ന സമയങ്ങളിൽ നമുക്ക് ബിസിനസ് നിലനിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ ബ്രാൻഡിങ് ചെയ്തിട്ടില്ല എങ്കിൽ ബിസിനസ്സിന് എപ്പോഴും എന്തായിരിക്കും, സ്ട്രെസ് ആയിരിക്കും. കാരണം എപ്പോഴും ഒരു പ്രതിസന്ധി നിലനിൽക്കും, ഫിനാൻഷ്യൽ ക്യാഷ് ഫ്ലോ ഒക്കെ എപ്പോഴും പ്രയാസം വരും. ഓക്കെ, അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ബിസിനസ്സിൽ ആവശ്യമായിട്ടുള്ള ലാഭം എടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ നമുക്ക് എന്താ മറ്റൊരു പ്രത്യേകത, ഈ ബ്രാൻഡിങ് ചെയ്യുന്ന ബിസിനസ് ഒരുപാട് ലോങ് ടൈമിലേക്കാണ്, ദീർഘകാലത്തേക്കാണ് മുമ്പോട്ട് പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ മുമ്പിൽ തന്നെ ഒരു ഉൽപ്പന്നമുണ്ട് ഇല്ലേ, പാർലേജി എന്ന് പറയുന്ന ഒരു ബിസ്ക്കറ്റ് ബ്രാൻഡൊക്കെ നമുക്കറിയാം. എത്ര വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഒരു ബ്രാൻഡാണ്, ഇന്നും നിലനിൽക്കുന്നുണ്ട് ഇല്ലേ. അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ബ്രാൻഡ് ചെയ്യാതെ വന്നിരുന്ന ഏതെങ്കിലും ഉൽപ്പന്നം ഇന്ന് കാലത്ത് നിലനിൽക്കുന്നുണ്ടാവോ? എനിക്കറിയില്ല, ഞാൻ അങ്ങനെ ഒന്നും മാർക്കറ്റിലുള്ളതായിട്ട് തന്നെ അറിയില്ല. അപ്പൊ എന്തുകൊണ്ടായിരിക്കും പാർലേജി ഇന്നും നിലനിൽക്കുന്നത്? അതൊരു ബ്രാൻഡഡ് പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് ഇന്നും നിലനിൽക്കുന്നത്. ഓക്കെ, കാരണം അവർക്ക് അതിന്റെ അണ്ടറിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ വീണ്ടും എന്ത് ചെയ്യാൻ പറ്റി, മാർക്കറ്റിലേക്ക് പെനസ്ട്രേറ്റ് ചെയ്യാൻ പറ്റി, അവർ അതിൽ സക്സസ് ആയി. ഓക്കെ, അപ്പോ ഈ ലോങ് ടൈമിലേക്ക് ബിസിനസ് നിലനിൽക്കുന്നത് എന്തുകൊണ്ടാ? ഉപഭോക്താവിന് അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റഡ് ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിന് ഈ ബിസിനസ്സിൽ വിശ്വാസ്യത നിലനിൽക്കുന്നത് കൊണ്ടാണ്. അവരാണ് നമ്മുടെ ലോയൽ കസ്റ്റമേഴ്സ് ആയിട്ട് മാറുന്നത്. അവർ സ്ഥിരം നമ്മുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യും ഇല്ലേ. ഉദാഹരണമായിട്ട് എടുത്ത പാർലേജി റെഗുലർ ആയിട്ട് വാങ്ങുന്ന എത്ര കസ്റ്റമേഴ്സ് ഉണ്ടാവുമെന്ന് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. ഇപ്പോൾ റീറ്റെയിൽ ബിസ്ക്കറ്റ് ഷോപ്പുകൾ അല്ലെങ്കിൽ ബേക്കറി ഷോപ്പുകളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ റെഗുലർ പാർലേജി ബിസ്ക്കറ്റ് വാങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ടാവും ഇല്ലേ. അവർക്ക് അതിൽ വിശ്വാസമാണ്, ആ പ്രൊഡക്റ്റ് അവർക്ക് ഇഷ്ടമാണ്, അവർക്ക് അതിൽ വിശ്വാസമാണ്. ആ വിശ്വാസത്തെയാണ് ഈ കമ്പനി എന്ത് ചെയ്യുന്നത്, പണമാക്കി മാറ്റുന്നത്. ഓക്കെ, പിന്നെ ഉള്ളത് നമ്മൾ ചില ബിസിനസ്സുകളൊക്കെ കൊറോണയ്ക്ക് മുമ്പും കൊറോണയ്ക്ക് ശേഷവും എന്നുള്ള സാഹചര്യത്തിൽ കാണാതെ തന്നെ ആയിപ്പോയിട്ടുണ്ട് ഇല്ലേ. ചില ബിസിനസ്സുകളൊക്കെ നമ്മൾ പറയാം, നമ്മുടെ ആ ഒരു പാൻഡമിക് കാലഘട്ടത്തിന് മുമ്പാണെങ്കിൽ അവർ നല്ല രൂപത്തിൽ ബിസിനസ് ഒക്കെ ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. ചിലപ്പോൾ നല്ല രൂപത്തിൽ അവരുടെ ഓഡിയൻസിനൊക്കെ സംതൃപ്തിപ്പെടുത്തി മുമ്പോട്ട് പോയ പല ആളുകളും ഉണ്ടായിരുന്നു. പക്ഷെ ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷം അത്തരം ബിസിനസ്സുകളൊന്നും ചിലപ്പോൾ കാണാതെ പറ്റിയിട്ടില്ല. എന്തായിരിക്കും അത്തരം ബിസിനസ്സുകൾക്ക് സംഭവിച്ചിട്ടുണ്ടാകുക? ഒരു ബ്രാൻഡഡ് ഉൽപ്പന്നമാണെങ്കിൽ അവര് പിന്നീട് ചെറിയ രൂപത്തിലാണെങ്കിലും മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ബ്രാൻഡ് വെച്ചുകൊണ്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ അത് സ്വീകരിച്ചു തുടങ്ങും. അതേസമയം ഒരു അൺബ്രാൻഡഡ് പ്രൊഡക്റ്റ് ആയിരുന്നുവെങ്കിൽ, ഉൽപ്പന്നത്തെ മാത്രം ഫോക്കസ് ചെയ്ത്, ഉൽപ്പന്നത്തിന്റെ ഗുണത്തെ മാത്രം ഫോക്കസ് ചെയ്ത് ഒരു ടാർഗറ്റ് ഗ്രൂപ്പ് കസ്റ്റമർ വാങ്ങിക്കൊണ്ടിരുന്ന പ്രൊഡക്റ്റ് ആയിരുന്നുവെങ്കിൽ, അവര് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ, ത്രെട്ടുകളൊക്കെ വരുന്ന സമയത്ത് ഈ കസ്റ്റമർ എന്ത് ചെയ്യും, വേറെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് പഠിക്കും. മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക് ആ ഒരു കാരണം. വേറെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് പഠിക്കുമ്പോൾ അവർ പിന്നീട് തിരിച്ച് ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട് പ്രയാസം നേരിടും. അതേസമയം ഒരു ബ്രാൻഡിൽ വിശ്വാസം അർപ്പിച്ച ഒരു കസ്റ്റമർ ആയിരുന്നെങ്കിൽ, ഈ ഉൽപ്പന്നം കുറച്ചു കാലം കിട്ടിയിട്ടില്ല എങ്കിൽ
അവർ മറ്റു ഉൽപ്പന്നം ഉപയോഗിച്ച് അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിലും ഈ ഉൽപ്പന്നം വീണ്ടും മാർക്കറ്റിലേക്ക് എൻട്രിങ് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഈ ഉൽപ്പന്നത്തിലേക്ക് തിരിച്ചു വരും. അതാണ് ബ്രാൻഡിന്റെ പ്രത്യേകത. അപ്പൊ മാറുന്ന ഒരു കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾക്ക് കൊണ്ടുവരുവാൻ ബ്രാൻഡുകൾക്ക് കഴിയും എന്നുള്ളതാണ്. കാരണം കുറച്ചു കാലം നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രയാസങ്ങൾ നേരിട്ട് നമ്മുടെ പ്രൊഡക്ഷനോ കാര്യങ്ങളോ നിന്ന് പോയാൽ, ഇതിനൊരു ഉദാഹരണമാണ് നമ്മുടെ മാഗി നൂഡിൽസ്, നെസ്റ്റ്ലേയുടെ മാഗി നൂഡിൽസ്. നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരു സമയത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, ഹെൽത്ത് ഇഷ്യൂസുകൾ ഉണ്ടാക്കുന്ന നൂഡിൽസ് ആണ് എന്ന് നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്സുകളൊക്കെ പറഞ്ഞിരുന്ന ഒരു സമയത്ത് ഈ നൂഡിൽസ് കംപ്ലീറ്റ് മാർക്കറ്റിൽ നിന്ന് തന്നെ പിൻവലിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അത് പല ഇഷ്യൂസുകൾ കൊണ്ടായിരുന്നു അത് ഉണ്ടായിരുന്നെങ്കിലും അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. പക്ഷേ അവരാ പ്രശ്നത്തെ അതിജീവിച്ച് മാർക്കറ്റിലേക്ക് വന്നു. അവർ എൻട്രി ചെയ്ത സമയത്തേക്ക് അവർക്ക് അവരുടെ പഴയ മാർക്കറ്റ് അതിനേക്കാൾ സ്ട്രോങ് ആയിട്ട് പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. എങ്ങനെയുണ്ട് ആ ഒരു ഇത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ബ്രാൻഡ് അല്ലായിരുന്നുവെങ്കിലോ, അവർ വെറുതെ ഒരു നൂഡിൽസ് പാക്ക് ചെയ്ത് കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു അവസ്ഥ മാത്രമായിരുന്നെങ്കിലോ, മാഗി എന്ന് പറയുന്ന ആ നൂഡിൽസിന്റെ ബ്രാൻഡ്, ആ ബ്രാൻഡാണ് അവിടെ സക്സസ് ആളുകളുടെ മുമ്പിൽ എൻട്രി ചെയ്ത് കൊടുത്തവര്. അത് അവരുടെ പഴയ ഓഡിയൻസ് കംപ്ലീറ്റ് ഒറ്റയടിക്ക് സ്വീകരിക്കാൻ തുടങ്ങി. ഇത്തരത്തിൽ ഹെൽത്ത് ഇഷ്യൂസുകൾ ഉണ്ട് എന്നുള്ളത് അവർ വിശ്വസിച്ചിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്. അതേ പ്രൊഡക്റ്റ് അതേ രൂപത്തിൽ വീണ്ടും അവരുടെ മുമ്പിൽ കൊണ്ടു കൊടുത്തപ്പോൾ അവർ ആളുകൾ വാങ്ങുന്നു, കഴിക്കുന്നു. ഇത് ലോങ് ടൈമിലേക്കുള്ള ഒരു ബിസിനസ്സിന് ബ്രാൻഡിങ് നിർബന്ധമാണ് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഇതൊക്കെ. കാരണം നമ്മുടെ ഒരു ടാർഗറ്റ് ഓഡിയൻസിന്റെ മനസ്സിന്റെ ഉള്ളിൽ അവരങ്ങ് പ്രതിഷ്ഠിക്കപ്പെടുക ബ്രാൻഡിന്, അല്ലേ? ഞാൻ പറഞ്ഞു, ഐഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ, മാഗി നൂഡിൽസ് കഴിക്കുന്ന ആളുകൾ, സോപ്പിന്റെ ബ്രാൻഡുകളാണെങ്കിൽ നമുക്ക് എടുത്തു നോക്കാം. പിയേഴ്സ്, സിന്തോൾ, ലെക്സ് എന്നൊക്കെ പറയുന്ന സോപ്പുകൾ ഉപയോഗിക്കുന്ന ആളുകൾ അത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അവരതിൽ വിശ്വസ്തരായിട്ട് മാറിക്കഴിഞ്ഞു. അവരിനി മറ്റൊരു ബ്രാൻഡ് കൊടുത്തിട്ട് നമുക്ക് മാറ്റിക്കൊണ്ടുവരാൻ കഴിയില്ല. എൻ്റെ വീട്ടിലൊരു ഉദാഹരണം എടുക്കാൻ നമുക്ക്. നമ്മുടെ ടൂത്ത് പേസ്റ്റ്, കോൾഗേറ്റിന്റെ വൈറ്റ് ടൂത്ത് പേസ്റ്റ് ഉണ്ട്. ഇത് മാത്രമാണ് എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടികൾ ഉപയോഗിക്കുള്ളൂ. അതേപോലെ വൈറ്റിലുള്ള ഒരുപാട് ടൂത്ത് പേസ്റ്റുകൾ വേറെ ഉണ്ട്. നമ്മൾ വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ അവരത് ഉപയോഗിക്കില്ല. ഈ ഒരു ബ്രാൻഡ്, അവർക്ക് ആ ഒരു ബ്രാൻഡിങ് കാണുമ്പോൾ തന്നെ ഇതാണല്ലോ ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ടൂത്ത് പേസ്റ്റ് എങ്ങാനും ഈ കോൾഗേറ്റ് വൈറ്റ് എപ്പോഴെങ്കിലും കിട്ടാതെ എന്തെങ്കിലും പ്രത്യേക സാഹചര്യത്തിലും ഒന്ന് മാറി ഉപയോഗിക്കേണ്ടി വന്ന യാത്രയിലോ എവിടെയെങ്കിലും നമ്മൾ ഹോട്ടലിലൊക്കെ എത്തുന്ന സമയത്തൊക്കെ ഒന്ന് ഉപയോഗിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പ്രയാസമായി. അന്ന് അത് ഉപയോഗിക്കാൻ ഭയങ്കര പ്രയാസമാണ്. എന്താ അവിടെ സംഭവിക്കുന്നത്? ആ ബ്രാൻഡുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടു നമ്മൾ. ഇനി അത് ലൈഫിൽ മാറുന്നില്ല. ലോങ് ടൈമിലേക്ക് നമ്മളുടെ ബിസിനസ് ആ ബ്രാൻഡിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുക. ഇത് നമുക്കും നമ്മളുടെ ബിസിനസ്സിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്രത്തോളം വലിയ ബിസിനസ്സാണ് നമുക്ക് കെട്ടിപ്പടുക്കാൻ കഴിയുക നമ്മളൊരു ബ്രാൻഡായി കഴിഞ്ഞാൽ. ആ ബ്രാൻഡിന്റെ അണ്ടറിൽ എന്തൊക്കെ പ്രൊഡക്റ്റുകൾ നമുക്ക് മാറുന്ന കാലത്തിനനുസരിച്ച് പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ലേ? ഇങ്ങനെ നമ്മൾ ചിന്തിക്കണം. ബ്രാൻഡിങ്ങിന് നിങ്ങൾ ചെലവഴിക്കുന്ന പണം ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. ബ്രാൻഡിങ് ഇല്ലാത്ത ബിസിനസ്സുകൾ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ, വിപണിയിൽ വിജയിക്കില്ല എന്നുള്ളത് തന്നെ പറയാൻ കഴിയും. 100% എന്ന് തന്നെ പറയാം. ബ്രാൻഡിങ് ചെയ്തിട്ടില്ല, ചെറിയൊരു ഷോർട്ടായിട്ടുള്ള കാലത്തിലേക്കൊക്കെ ചിലപ്പം ചില ബിസിനസ്സുകൾക്ക് ആയിട്ട് കോമ്പറ്റേറ്റ് ചെയ്തിട്ടൊക്കെ നമുക്കൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റും. ബ്രാൻഡിങ്ങിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു ഘടകമുണ്ട്, കോമ്പറ്റീഷൻ ഇല്ല. ബ്രാൻഡ് ആയി കഴിഞ്ഞാൽ പിന്നെ കോമ്പറ്റീഷൻ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പ്രൊഡക്റ്റ് ബ്രാൻഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിന് കോമ്പറ്റീഷൻ ഇല്ല. കോമ്പറ്റേറ്ററെ പിന്നെ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. കാരണം കോമ്പറ്റേറ്റർ വഴിക്ക് പോകും, നമ്മൾ ബിസിനസ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകും. എത്രയോ ബിസിനസ്സുകൾ നമുക്ക് എടുത്ത ഉദാഹരണം, നമുക്ക് ഒരുപാട് ബിസിനസ്സുകൾ എടുത്തു നോക്കാൻ പറ്റും. ഒരു ബ്രാൻഡിങ് എന്ന് പറയുന്നത് ഒരു ബിസിനസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് വിജയിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ
നമുക്കൊരു ബ്രാൻഡിങ് ചെയ്യണമെങ്കിൽ ചില സ്ട്രാറ്റജികൾ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതാണ് അടുത്തത് നമുക്ക് നോക്കുന്നത്. എന്തൊക്കെയാണ് ആ സ്ട്രാറ്റജികൾ? ബ്രാൻഡിങ് ഒരു ബ്രാൻഡിങ് നമ്മുടെ ബിസിനസ്സിന് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഫസ്റ്റ് വേണ്ടത് നമുക്കൊരു വിഷൻ ഉണ്ടായിരിക്കണം. നമുക്കൊരു ലക്ഷ്യം, നമ്മൾ എവിടേക്കാണ് നമ്മുടെ ബിസിനസ്സിനെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ നിന്ന് എന്ത് ബെനിഫിറ്റ്സ് ആണ് നമ്മുടെ കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിലൂടെ നമ്മൾ എങ്ങനെയാണ് ആ കസ്റ്റമറെ സംതൃപ്തരായിട്ടും ലോങ് ടൈമിലേക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇന്നിപ്പോ ഒരു കസ്റ്റമർ വരുന്നു, അയാളെ കഴുത്ത് മുറിച്ച് അയാളുടെ പണവും വാങ്ങി നമുക്ക് എന്ത് ചെയ്യാം, പോക്കറ്റിൽ ഇട്ടാൽ മതി എന്ന് കരുതുന്ന ഒരാൾക്ക് ബ്രാൻഡിങ് ആവശ്യമില്ല. ലോങ് ടൈമിലേക്കുള്ള ബിസിനസിന്റെ കാര്യങ്ങളെ ചിന്തിക്കുന്ന ഒരാൾക്ക് മാത്രമേ എന്തുള്ളൂ, ബ്രാൻഡിങ്ങിന് ആവശ്യമുള്ളൂ കേട്ടോ. അതേ ഞാൻ പറഞ്ഞ, ഒരു വിഷൻ വേണം. ആ വിഷനിൽ കൃത്യമായിട്ട് നമ്മുടെ കസ്റ്റമറെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കണം. ആ കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സർവീസിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കണം. അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റുകളെ കുറിച്ച് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കണം. ഇത് ലോങ് ടൈമിലേക്ക് നമ്മൾ കൊടുക്കുന്നതോടുകൂടി നമുക്ക് എന്താണ് തിരിച്ചു കിട്ടാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ അറിയണം. അതുപോലെ തന്നെയാണ് നമ്മുടെ ടാർഗറ്റ് കസ്റ്റമറെ നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷമേ നമുക്ക് ഈ ബ്രാൻഡിങ് ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റുള്ളൂ. സ്ട്രാറ്റജി നമ്പർ 2, നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിനെ കൃത്യമായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. നമ്മളൊരു എന്നെ കഴിഞ്ഞ ആഴ്ച ഇപ്പോൾ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഡ്രൈ ഫിഷ് നല്ല ക്വാളിറ്റി പാക്കിങ്ങിൽ ഒരു മിഡിൽ അപ്പർ ക്ലാസ് പ്രീമിയം ക്ലാസ് ബിസിനസ്സിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന രൂപത്തിൽ പാക്ക് ചെയ്തിട്ട് ബിസിനസ് ചെയ്യുന്ന രൂപത്തിലേക്കുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നത്. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി അദ്ദേഹത്തിന്റെ ആ ഒരു ടോക്ക് കേട്ട സമയത്ത്. അപ്പൊ അത്തരത്തിലുള്ള ബിസിനസ്സുകളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വേണം? ഏത് ടാർഗറ്റ് ഓഡിയൻസ് ആണ് ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ സാധ്യതയുള്ളത്? നമ്മൾ ചെയ്യുന്ന പാക്കിംഗ്, നമ്മളുടെ പ്രൈസിങ്, നമ്മളുടെ ക്വാളിറ്റി, ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ടാർഗറ്റ് ഓഡിയൻസിനെ നമ്മൾ സെറ്റ് ചെയ്യണം. കാരണം കസ്റ്റമർ പോക്കറ്റിൽ ക്യാഷ് എത്രയുണ്ട് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ കസ്റ്റമറെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ബിസിനസ്സിനെ പൊസിഷൻ ചെയ്യേണ്ടത്, ആ കസ്റ്റമറിന്റെ മുമ്പിൽ പൊസിഷൻ ചെയ്യേണ്ടത്. ഡെയിലി കൂലിവേല ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പർച്ചേസ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡാ, അല്ലേ? അദ്ദേഹത്തിന്റെ വരുമാനത്തിനനുസരിച്ചുള്ള ലിമിറ്റഡ് പൊസിഷനിലാണ് നിൽക്കുക. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പർച്ചേസ് കപ്പാസിറ്റി ഈ കൂലിപ്പണിക്കാരനേക്കാൾ വളരെ കൂടുതലായിരിക്കും. അപ്പൊ ഈ ബിസിനസ്സുകാരന്റെ മുമ്പിൽ പൊസിഷൻ ചെയ്യേണ്ട ഒരു ബിസിനസ്സും ഈ കൂലിപ്പണിക്കാരന്റെ മുമ്പിൽ പൊസിഷൻ ചെയ്യേണ്ട ഒരു ബിസിനസ്സും രണ്ടും രണ്ട് ലെവലിലായിരിക്കും. അപ്പൊ നമുക്ക് എന്താവണം? നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണ് എന്നുള്ളതിന് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഒരു ധാരണ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഓരോ ബ്രാൻഡിനും ഓരോ വ്യക്തിത്വം ഉണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്, ഒരു പേഴ്സണാലിറ്റി, ഇല്ലേ? കാരണം അവരെ ഈ ബിസിനസ്സിനെ എവിടെയാണോ പൊസിഷൻ ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആ വ്യക്തിത്വം ഉണ്ടാവുക. ചില ഷർട്ടുകളൊക്കെ നമ്മൾ എടുത്താൽ നമ്മൾ കാണാറുണ്ട്, ഷർട്ടിന്റെ പോക്കറ്റിന്റെ മുകളിൽ ഒരു ലോഗോ പ്രിന്റ് ചെയ്യാറുണ്ട്, അല്ലേ? എന്തിനാ ഇത് ഇവിടെ പ്രിന്റ് ചെയ്യുന്നത്? അത് ഷർട്ടിന്റെ കോളറിന്റെ പുറകിൽ ഇവിടെ പ്രിന്റ് ചെയ്താൽ പോരെ, ഏത് ബ്രാൻഡാന്ന് അറിയാൻ വേണ്ടി നമുക്ക് അറിഞ്ഞാൽ പോരെ, ഇടുന്ന ആൾ അറിഞ്ഞാൽ പോരെ. അങ്ങനെയല്ലല്ലോ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇത് വാങ്ങിയിടുന്ന ആള് എന്റെ സമൂഹത്തിൽ എനിക്കൊരു നിലവാരം കിട്ടണം എന്ന് ഉദ്ദേശിച്ച് വാങ്ങിയിടുന്ന ആളുണ്ട്, ഇല്ലേ? എനിക്ക് ഷർട്ട് ഇട്ടാൽ മതി എന്ന് കരുതി വാങ്ങിയിടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇവിടെ ലോഗോ വേണമെന്നില്ല, നിർബന്ധമില്ല. ബ്രാൻഡ് അടിക്കണം എന്ന് നിർബന്ധമില്ല. ഇപ്പൊ എന്താ സംഭവിക്കുക? പൊസിഷനിങ്. അവിടെ ആ ബ്രാൻഡിന് ഒരു വ്യക്തിത്വം ഉണ്ട്. ഈ ബ്രാൻഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സമൂഹത്തിന് എനിക്കൊരു നിലവാരം കിട്ടും. അപ്പൊ ആ ബ്രാൻഡിന്റെ വ്യക്തിത്വമാണ് അവിടെ പ്രതിഫലിക്കുന്നത്. അയാൾക്ക് കിട്ടുന്ന വാല്യൂ. ഇയാൾ ചിലപ്പോൾ ഒരു ബിസിനസ്മാൻ ആയിരിക്കും, മീറ്റിങ്ങിൽ പോകുമ്പോൾ ആയിരിക്കും ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഈ ഒരു ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അദ്ദേഹം പോകുന്നത്. കയ്യിൽ ഐപാഡ് ഉണ്ടാവും,
പോകുന്ന വാഹനം ബെൻസ് ആയിരിക്കും. അപ്പൊ ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രാൻഡ് വാല്യൂ കാണിക്കുന്നത്? ആ ബ്രാൻഡിന് ഒരു വ്യക്തിത്വം ഉണ്ട്, അല്ലെങ്കിൽ ഒരു പൊസിഷനിങ് ഉണ്ട്. ആ പൊസിഷനിങ്ങിലാണ് ഞാൻ ജീവിക്കുന്നത്. ഞാനുമായിട്ട് ബിസിനസ് ചെയ്യുന്ന നിങ്ങളും എന്താവും, ആ പൊസിഷനിലേക്ക് വളർന്നു വരും എന്നുള്ള ഒരു മെസ്സേജ് ആണ് ഇദ്ദേഹം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഇദ്ദേഹം ഇത്തരത്തിലുള്ള ബ്രാൻഡുകൾ ഉപയോഗിക്കും. ചില ആളുകളൊക്കെ പറയണ്ട, അതിലൊന്നും ഒരു കാര്യമില്ല ബ്രാൻഡ് ഒന്നും ഉപയോഗിക്കും. പക്ഷേ നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകളിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ വേണ്ടത് നമ്മളൊരു അടുത്ത സ്ട്രാറ്റജി എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കൊരു ബ്രാൻഡ് സ്റ്റോറി ഉണ്ടാവണം. ഇമോഷണലി നിങ്ങളുടെ ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റോറി ഉണ്ടായിരിക്കണം. നിങ്ങൾ എവിടെ നിന്ന് ആരംഭിച്ചു, ആരാണ് ഇതിന്റെ ഡയറക്ടർ, ആരാണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്, എന്താണ് ഇത് ഉപയോഗിക്കുന്ന കസ്റ്റമർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ്, കസ്റ്റമർ ഏത് പൊസിഷനിങ്ങിലാണ് സമൂഹത്തെ കാണുക, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ബ്രാൻഡ് സ്റ്റോറി ബ്രാൻഡിന് ഉണ്ടായിരിക്കും എപ്പോഴും. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഏതൊരു ബ്രാൻഡ് എടുത്തു കഴിഞ്ഞാലും അവർക്കൊരു ബ്രാൻഡ് സ്റ്റോറി ഉണ്ടാവും. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ, അവർ പൊസിഷൻ ചെയ്യുന്ന കസ്റ്റമർ, അവർ പൊസിഷൻ ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് കസ്റ്റമർ ഉണ്ടാവും. ആ കസ്റ്റമറെ എന്റർടൈൻ ചെയ്യിക്കുക, അവരുടെ ഇമോഷണലി കണക്ഷൻ പിടിച്ചു പറ്റുക എന്നുള്ളതാണ് ആ ബ്രാൻഡ് സ്റ്റോറിയുടെ ഉദ്ദേശം. അവർ ഇന്ന ഉൽപ്പന്നം ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വെളുത്ത് തുടുക്കും എന്ന് പറയുന്ന രൂപത്തിലായിരിക്കും ആ ബ്രാൻഡ് സ്റ്റോറി ചിലപ്പോൾ അവതരിപ്പിച്ചിട്ടുണ്ടാവുക. എനിക്കറിയാം, ഫെയർ ആൻഡ് ലവ്ലി പോലുള്ള പ്രൊഡക്റ്റുകളൊക്കെ നമ്മുടെ വിപണിയിലൊക്കെ ഒരുപാട് ബ്രാൻഡിങ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ്. ആരെങ്കിലും ഇന്ന് ആ ഉൽപ്പന്നം ഉപയോഗിച്ചിട്ട് അത്രത്തോളം വെളുത്തായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ആ ഉൽപ്പന്നത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ അത് ആളുകൾ വിശ്വസിക്കുന്നു, അവരത് വാങ്ങി ഉപയോഗിക്കുന്നു, വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ. പിന്നീടുള്ളത്, നമ്മുടെ അഡ്വർടൈസ്മെന്റ് ചാനലുകളിലെല്ലാം നമ്മൾ കൃത്യമായിട്ട് നമ്മളുടെ പ്രസൻസ് കൊണ്ടുവരണം. സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവണം, ഓഫ്ലൈൻ അഡ്വർടൈസ്മെന്റുകളിൽ ഉണ്ടാവണം. നിങ്ങളുടെ കസ്റ്റമർ എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെയൊക്കെ അവരെ പിന്തുടരുന്ന രൂപത്തിൽ ഈ നമ്മുടെ ചാനലുകളിലൂടെ അവരെ പിന്തുടർന്നുകൊണ്ടിരിക്കണം. അവർ പത്രം വായിക്കുന്നവരാണ്, പത്രത്തിൽ നമ്മൾ ഉണ്ടാവണം. അവർ റേഡിയോ കേൾക്കുന്നവരാണ്, റേഡിയോയിൽ നമ്മൾ ഉണ്ടാവണം. അവർ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഹോർഡിങ്സ് അല്ലെങ്കിൽ ബിൽ ബോർഡിൽ നമ്മൾ ഉണ്ടാവണം. അവർക്ക് ബുക്ക്ലെറ്റുകൾ കിട്ടുന്ന ആളുകളാണ്, ആ ബുക്ക്ലെറ്റിൽ നമ്മൾ ഉണ്ടാവണം. അവര് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാവണം, ഫേസ്ബുക്ക് ആണെങ്കിൽ ഫേസ്ബുക്കിൽ ഉണ്ടാവണം, ലിങ്ക്ഡിൻ ആണെങ്കിൽ ലിങ്ക്ഡിനിൽ ഉണ്ടാവണം. ഇങ്ങനെ നമ്മളെ കാണാതെ അവർ ഒരു നിമിഷം പോലും കടന്നു പോകാൻ പറ്റാത്ത രൂപത്തിൽ അവരുടെ മുമ്പിൽ നമ്മളുടെ പ്രസൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ. അടുത്തത് നമ്മുടെ ഒരു സ്ട്രാറ്റജി, ബ്രാൻഡിങ്ങിന്റെ മറ്റൊരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ, കസ്റ്റമറുടെ ഫീഡ്ബാക്ക് കേൾക്കാനും അതിന് പ്രതികരണം നൽകാനും നമ്മൾ തയ്യാറാവണം. റിവ്യൂസിനെ പല ബിസിനസ്സുകാർക്കും പേടിയാണ്. റിവ്യൂസ് പറയുന്ന എന്താ പറയാ എന്നുള്ള, അത് അങ്ങനെ പേടിക്കാതിരിക്കുക. നിങ്ങൾക്കൊരു കസ്റ്റമറിൽ നിന്ന് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ എന്തുകൊണ്ട് അത് ഉണ്ടായി എന്നുള്ളത് പരിശോധിക്കുക, അതിന് പരിഹാരം കൊണ്ടുവരിക. അതേ ചെയ്യാൻ പറ്റുള്ളൂ ബിസിനസ്സിൽ. നിങ്ങൾ ആ പ്രശ്നത്തെ കേൾക്കുകയും നിങ്ങൾ അതിന് പരിഹാരം കൊണ്ടുവരാതിരിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം നിങ്ങളുടെ ബിസിനസ് താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ കസ്റ്റമറുടെ ഫീഡ്ബാക്ക് കേൾക്കുകയും അതിന് പരിഹാരം കൊണ്ടുവരികയും അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനും നമ്മൾ തയ്യാറാവണം. ഇത്രയാണ് ഒരു ബ്രാൻഡ് സ്ട്രാറ്റജി, ബ്രാൻഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട സ്ട്രാറ്റജികൾ ഇതൊക്കെയാണ്. എന്തൊക്കെയാണെന്നുള്ള ഒന്ന് പറയാം. നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു വിഷൻ ഉണ്ടായിരിക്കണം. നമ്മളുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. നമ്മളുടെ ബിസിനസ്സിനെ നമ്മൾ എവിടെയാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ബോധ്യം ഉണ്ടാവണം. നമുക്കൊരു വ്യക്തമായിട്ട് കസ്റ്റമറെ ആകർഷിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു ബ്രാൻഡ് സ്റ്റോറി നമുക്ക് പറയാനുണ്ടാവണം. അതേപോലെ തന്നെ നമ്മളുടെ ബ്രാൻഡ് ഐഡന്റിറ്റി നമുക്ക് എപ്പോഴും ഡിസ്പ്ലേ ചെയ്യാൻ കഴിയുന്ന രൂപത്തിലുള്ള നല്ല ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ബ്രാൻഡ് ഐഡന്റിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കണം. എല്ലാ മാർക്കറ്റിംഗ് ചാനലുകളിലും നമ്മളുടെ ഓഡിയൻസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമ്മളുടെ മാർക്കറ്റിംഗ് ചാനലുകളിലൂടെ അവരുടെ
അവരെ പിന്തുടർന്നുകൊണ്ടിരിക്കണം അഡ്വർടൈസ്മെന്റ് രൂപത്തിൽ. അതേപോലെ തന്നെ അവരുടെ കൃത്യമായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് എടുക്കുകയും അതിന് കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാകുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ബ്രാൻഡ് സ്ട്രാറ്റജി നമ്മൾ മേക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ കാണേണ്ടത്. ഈ ഘടകങ്ങളാണ് അതിൽ ഉൾക്കൊള്ളിക്കേണ്ടത്. ഇതിന് നിങ്ങൾക്ക് വിദഗ്ധരായിട്ടുള്ള ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റുകളുടെ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് എടുക്കാം. അവരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്തിനെ ഉപയോഗപ്പെടുത്താം. ഇന്ന് ചെയ്യുന്ന ആളുകൾ അധികവും ഭൂരിഭാഗം ബിസിനസ്സുകാരും ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റുകൾ ചെയ്യുന്ന ആളുകൾ ചെയ്യാറുള്ളത്, ഒരു കോമ്പറ്റീഷൻ നിലനിൽക്കുന്ന ഒരു മേഖലയിലാണെങ്കിൽ ആ കോമ്പറ്റേറ്റർ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെ ഇയാൾക്കും ചെയ്തു കൊടുക്കും. രണ്ടുപേരും കോമ്പറ്റീഷനിൽ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ഒരാൾ എന്തൊക്കെയാണോ കോമ്പറ്റീഷൻ ചെയ്യുന്ന കോമ്പറ്റേറ്റർ ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്നത് അതേ അഡ്വർടൈസ്മെന്റ് പോളിസികൾ തന്നെ കൊണ്ടുവന്നിട്ട് ഇവർക്ക് ചെയ്തു കൊടുക്കും. രണ്ടുപേർക്കും ബിസിനസ് ഉണ്ടാവില്ല, രണ്ടുപേരും ബ്രാൻഡ് ആവില്ല, രണ്ടുപേരും മാർക്കറ്റിൽ നിന്ന് ഔട്ടായി പോകും. അതിന് പകരം കോമ്പറ്റേറ്ററെ അനലൈസ് ചെയ്യുകയും അതിൽ നിന്ന് വ്യത്യസ്തമാകാൻ വേണ്ടിയിട്ട് നമ്മുടെ ബിസിനസ്സിന് എന്തൊക്കെ ഘടകങ്ങൾ ഉണ്ട് എന്നുള്ളത് കണ്ടെത്തുകയും അതിനെ ബ്രാൻഡ് ചെയ്യാനും വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ബിസിനസ് സക്സസ് ആവും. 100% ഉറപ്പാണ്. ബിസിനസ്സുകളിൽ അഡ്വർടൈസ്മെന്റുകൾ ഫെയിലിയർ ആവുന്നതിന്റെ ഏറ്റവും വലിയ ഘടകം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കോമ്പറ്റേറ്റർ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അത് നോക്കി നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബിസിനസ്സിൽ അഡ്വർടൈസ്മെന്റുകൾ ഫെയിലിയർ ആവുന്നത്. രണ്ടാമത്തെ ഘടകം, അവരോട് പറയുന്ന മെസ്സേജുകളിൽ ഒന്നും യാഥാർത്ഥ്യതയ്ക്ക് നിരക്കുന്നത് ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ ബിസിനസ് പരാജയപ്പെടും. നമ്മൾ പറയുന്ന ഘടകം, നമ്മൾ അവർക്ക് എന്തെങ്കിലും ഒരു ഓഫർ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഓഫർ കൃത്യമായിട്ട് പാലിക്കാൻ ആ ബിസിനസ്സിന് സാധിക്കാതെ വരും. അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന കാര്യങ്ങൾ നമ്മളും പറയും. നമ്മുടെ കോമ്പറ്റേറ്റേഴ്സ് ഒക്കെ പറയുന്ന കാര്യങ്ങളായിരിക്കും നമ്മളും പറയാം. എന്താ പ്രത്യേകത ഉള്ളത്? എന്ത് വ്യത്യസ്തതയാണ് നമുക്കുള്ളത്? നമുക്കൊരു വ്യത്യസ്തതയില്ല. നമ്മുടെ യുണീക്ക്നെസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവന്ന് നമ്മൾ ബ്രാൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ സക്സസ് ആവും. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ബ്രാൻഡിങ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് കാലത്ത് ചെയ്ത് തീർക്കാൻ കഴിയുന്ന പ്രോസസ് അല്ല. ബ്രാൻഡിങ് എന്ന് പറയുന്നത് ഒരു ലോങ് ടൈം പ്രോസസ്സാണ്. കാരണം അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. എപ്പോഴും നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്യുന്നോ ആ നിമിഷം മുതൽ കസ്റ്റമർ നമ്മളെ കാണാതെ പോകും. നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് നമ്മളെ കാണാതെ പോകും. അവർ നമ്മളെ മറന്നു പോകും. അവർക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ ഓർമ്മ വരില്ല. അതുകൊണ്ട് ഈ പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്യണം? തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതിന് നല്ല പണവും സമയവും നല്ല അധ്വാനവും ആവശ്യമുള്ള പ്രോസസ്സാണ് ബ്രാൻഡിങ് എന്ന് പറയുന്നത്. കാരണം നമ്മളൊരു ബിസിനസ് ആരംഭിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന എഫേർട്ടിനേക്കാൾ എത്രയോ മടങ്ങ് എഫേർട്ട് ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമാണ് അത് ബ്രാൻഡായിട്ട് വളരുകയുള്ളൂ. നിങ്ങളൊരു ബിസിനസ് നടത്തുന്ന വ്യക്തിയാണ് എങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനെ ഒരു ബ്രാൻഡായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇങ്ങനെ ശ്രമിക്കുന്നതോടുകൂടി നിങ്ങളുടെ ബിസിനസ്സിന്, നിങ്ങളുടെ വിപണിയിൽ നിങ്ങൾ നേരിടുന്ന കോമ്പറ്റീഷൻ കുറയുകയും നിങ്ങളുടെ ബിസിനസ് വർദ്ധിക്കുകയും ലാഭം വർദ്ധിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പൊ ഇന്നത്തെ ലൈവ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതേപോലുള്ള എന്തെങ്കിലും സർവീസുകൾ, ബ്രാൻഡ് സ്ട്രാറ്റജികൾ മേക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ വിപണിയിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രതിസന്ധികൾ നേരിടുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഉള്ള സൊല്യൂഷനുകൾ ബ്രാൻഡ് ബിസിനസ് കൺസൾട്ടൻസി ചെയ്തു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാം. താങ്ക് യു.